ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അപൂർവ കളക്ഷൻസ്. കളർ പേപ്പർ ഇല്ലാത്തവർക്ക് കളർ പേപ്പർ എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ബട്ടൻ്റെ അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതും കൂടി ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഇനി വീഡിയോയിലോട്ട് കടക്കാം. പെയിൻറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഞാൻ ബുക്കിലെ ഒരു ഷീറ്റ് പേപ്പറാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ഏത് പേപ്പറാണോ ഉള്ളത് അതെടുക്കാം. A4 സൈസ് പേപ്പറായാലും മതി. ഇനി ഇതെങ്ങനെയാണ് കളർ ചെയ്യുന്നതെന്ന് നോക്കാം. ഞാൻ ഓറഞ്ച് കളർ അക്രിലിക് പെയിൻ്റാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ കുറച്ച് വെള്ളം ചേർത്ത് ലൂസാക്കിയിട്ട് പെയിൻറ്റ് ചെയ്യാം. എത്ര പെയിൻ്റാണോ ആവശ്യം അത് കണക്കാക്കി പെയിൻ്റ് എടുത്തതിന് ശേഷം അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യണം. നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ പെയിൻറ്റ് നല്ലതുപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതേപോലെ കുറച്ച് കോട്ടൺ എടുക്കണം. നിങ്ങളുടെ കയ്യിൽ സ്പോഞ്ച് ഉണ്ടെങ്കിൽ സ്പോഞ്ച് എടുത്താലും മതി. ഇനി ഇതേപോലെ കുറച്ച് മുക്കിയതിന് ശേഷം പെയിൻറ്റ് ചെയ്യാം. ഒരേ ഡയറക്ഷനിൽ തന്നെ പെയിൻ്റ് അടിക്കണം. ഒരു സൈഡ് പെയിൻ്റ് അടിച്ചു. ഇനി ഈ സൈഡ് ഉണങ്ങിയതിന് ശേഷം ബാക്ക് സൈഡ് അടിക്കാം. ഈ ഡയറക്ഷനിലാണ് ചെയ്യണമെങ്കിൽ എല്ലാം അതേപോലെ ചെയ്യണം. മുകളിൽ നിന്ന് താഴോട്ടും താഴെ നിന്ന് മുകളിലോട്ടും ആണെങ്കിൽ അതേപോലെ തന്നെ ചെയ്യണം. ഇതേപോലെ നമുക്ക് ഏത് കളർ വേണമെങ്കിലും പെയിൻറ്റ് ചെയ്യാം. ഇനി പെയിൻ്റ് ഇല്ലാത്തവർക്ക് വേണ്ടി പെയിൻ്റ് ഉണ്ടാക്കുന്ന വീഡിയോ ഇതിന് മുമ്പ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി ബാക്ക് സൈഡിൽ പെയിൻറ്റ് ചെയ്യാം. ഈ പേപ്പറിൻ്റെ അടിയിൽ എന്തെങ്കിലും ഇട്ടിട്ട് വേണം പെയിൻറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ടേബിളിൻ്റെ പുറത്തൊക്കെ പെയിൻ്റ് ആവും. ഇപ്പോൾ കളർ പേപ്പറിൻ്റെ രണ്ട് സൈഡും നല്ലതുപോലെ ഉണങ്ങിയിട്ടുണ്ട്. ഇതിനെ ചെറിയ ചൂടിൽ അയൺ ചെയ്യണം. ക്രിസ്മസ് സ്റ്റാർ ഉണ്ടാക്കുന്നതിനും ഇതേപോലെ പെയിൻറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ പേപ്പറിനെ അയൺ ചെയ്യണം. അതിന് വേണ്ടി ഇതിൻ്റെ പുറത്തൊരു പേപ്പർ ഇടണം. പേപ്പർ ഇട്ടതിന് ശേഷം ഇതിൻ്റെ പുറത്തൂടെ അയൺ ചെയ്യാം. ഇതേപോലെ രണ്ട് സൈഡും അയൺ ചെയ്തെടുക്കണം. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്യണം. അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു.